നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിടുക്കിലും അനുദിനം വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവിക ഭീഷണി ഇന്ത്യക്കെന്നും ഒരു തലവേദന തന്നെയാണ്. അതിനൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് പ്രോജക്റ്റ് വർഷയുടെ കീഴിൽ INS വർഷ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യ പണിയുന്ന ആണവ അന്തർവാഹിനി നിലയം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാം. ഈസ്റ്റേൺ നാവൽ കമാൻഡിൻ്റെ ആസ്ഥാനമായ വിശാഖപട്ടണത്തിൽ നിന്ന് 200 കിലോമീറ്റർ ചുറ്റളവ് ദൂരത്തിൽ ഒരു നാവിക താവളം പണിയണമെന്നുള്ളത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ ആദ്യം ഇതിനുവേണ്ടി കണ്ടെത്തിയത് ഗംഗവാരം എന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് വിശാഖപട്ടണത്തിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തുള്ള റാംബിലി എന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ നാവികസേനയുടെ കപ്പലും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കപ്പലും എല്ലാം തന്നെ വിശാഖപട്ടണം തുറമുഖത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇതുമൂലം കപ്പലുകൾക്കുള്ള ബെർത്ത് സ്പേസിൻ്റെ ദൗർലഭ്യവും രൂക്ഷമായി. മാത്രവുമല്ല, 2006 ഈസ്റ്റേൺ നാവൽ കമാൻഡിൻ്റെ കീഴിൽ വെറും 15 കപ്പലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 50-ന് മേലെയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈ വളർച്ചയും പുതിയൊരു നാവിക ആസ്ഥാനം എന്ന ആവശ്യകതയ്ക്ക് ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം. ഇതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ റാംബില്ലിയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന നാവിക താവളം. 20 ചതുരശ്ര കിലോമീറ്ററാണ് ഈ നാവിക താവളത്തിൻ്റെ വ്യാസം. 30,000 കോടി രൂപ ചെലവും വരുന്നുണ്ട്. പദ്ധതിയുടെ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കാനായി പർവ്വതങ്ങളുടെ അടിയിലൂടെ തുരങ്കങ്ങളും പണിതിട്ടുണ്ട്. ഇത് ആണവ അന്തർവാഹിനികൾ ശത്രുക്കളുടെ ചാര ഉപഗ്രഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ പാർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. INS വർഷ എന്നത് ചൈനീസ് PLA നേവിയുടെ ഹൈനാൻ ന്യൂക്ലിയർ സബ്മറൈൻ ബേസുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. 2025-26 ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശാഖപട്ടണത്തെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ സാമീപ്യവും ഈ നാവിക താവളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. INS വർഷയിൽ നേവി കപ്പലുകൾക്കും അതുപോലെ തന്നെ ന്യൂക്ലിയർ സബ്മറൈനുകൾക്കുമുള്ള റിപ്പയറുകൾക്കും മെയിൻ്റനൻസിനും ക്രൂവിൻ്റെ താമസ സൗകര്യത്തിനും എല്ലാം സജ്ജീകരണങ്ങൾ ഉണ്ടാകും. അതീവ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന നാവിക താവളം എന്ന നിലയിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള സൈനിക താവളങ്ങളും നാവിക താവളങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.